സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുജാത ബലരാമനെ കണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സന്തോഷിക്കുകയാണ്. അയാൾ പോയപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ സങ്കടപ്പെടുകയും അവനെ വേണമെന്നൊക്കെ പറഞ്ഞ് സാഗറിനോട് പരാതി പറയുകയും ചെയ്യുന്നുണ്ട്. സാഗറിനും ബലരാമനോട് തീരാത്ത ഇഷ്ടമുണ്ടെങ്കിലും കൃഷ്ണനെ ഒരിക്കലും അവഗണിക്കാൻ അയാൾ തയ്യാറാകുന്നില്ല. ഒരിക്കലും രണ്ടുപേരെയും അയാൾ മാറ്റി നിർത്തുന്നില്ല. അമ്മയുടെ പെരുമാറ്റം കണ്ട് കൃഷ്ണ ആകെ സങ്കടം വരികയാണ്. ഒരിക്കലും അതെന്താണെന്ന് ചിന്തിച്ചിട്ട് അയാൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അമ്മ അങ്ങനെ ആയപ്പോൾ ആ കുസൃതിയൊക്കെ അയാളിൽ നിന്ന് പോവാണ്. സുജാതയുടെ മനസ്സിൽ വേറൊരു ആഗ്രഹം കൂടി മുട്ടിടുന്നുണ്ട്. അത് സുജാത പറയാതെ പറഞ്ഞ് വെക്കുന്നുണ്ട് കേട്ടോ സാഗറിനോട്. പക്ഷേ കൃഷ്ണനെയും കൺമണിയും ഈശ്വരൻ ചേർത്ത് വെച്ചതായതുകൊണ്ട് അതിലൊരിക്കലും ഒരു സെപ്പറേഷൻ ഉണ്ടാകുന്നില്ല. അവരിരുവരും പരസ്പരം ഒന്നാകാൻ വേണ്ടി ജനിച്ചവരാണ്. പിന്നെ ബലരാമനും ആ ആഗ്രഹത്തിനൊപ്പം ഒന്നും സുജാതയുടെ കൂടെ നിൽക്കാനും പോകുന്നില്ല. അവൻ ഈ വീട്ടിൽ തന്നെ വേണമെന്നും അതിലിനി ഒരു കോംപ്രമൈസും ഇല്ല എന്നും അതിശക്തമായിട്ട് സുജാത ബലരാമന് വേണ്ടി സാഗറിനോട് വാദിക്കുന്നുണ്ട്. ഇത്രകാലം സുജാതയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാതിരുന്നത് കൃഷി കൊണ്ടാണ്. ഇപ്പോൾ അയാൾ സ്വന്തം ചോരയല്ല എന്നുള്ള തിരിച്ചറിവ് വന്നതിൽ പിന്നെ ആണ് ആ ഒരു ആഗ്രഹമൊക്കെ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങിയത്. ഇക്കാര്യം ആൻറ്റിയമ്മ അറിഞ്ഞാൽ പൊടി പൂരമായിരിക്കും. ആൻറ്റിയമ്മ അറിഞ്ഞാൽ പിന്നെ മാനസ അറിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. ആൻറ്റിയമ്മയുടെ അടുത്ത ആളാണല്ലോ മാനസ അറിഞ്ഞാൽ പിന്നെ ആരറിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. എന്തായാലും നമ്മുടെ കൺമണിയും കൊണ്ട് ബലരാമൻ വീട്ടിലെത്തുകയാണ്. കൺമണി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്നത് ബലരാമൻ കൗതുകത്തോടെ കാണുന്നുണ്ട് കേട്ടോ. കൺമണിയെ വീട്ടിലെത്തിച്ചതിന് ശേഷം ബലരാമൻ വിളിക്കുന്നുണ്ട്. ശ്രീനി ബലരാമനെ വരവേൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അന്ന് ഗുണ്ടകൾ വന്ന കാര്യവും മനോജിനെ പോലീസ് കൊണ്ടുപോയ കാര്യവും എല്ലാം ശ്രീനി പറയുന്നുണ്ട് ബലരാമനോട്. അന്ന് കൃഷി സാർ അവരെ നേരിടാൻ മാക്സിമം ശ്രമിച്ചു എന്നും അവർ ഓർക്കാപ്പുറത്ത് പരിക്കേൽപ്പിക്കുകയായിരുന്നു എന്നും ശ്രീനി പറയുന്നുണ്ട്. അതിനുശേഷം മനോജിനെ പുറത്തിറക്കാൻ എന്ത് ഹെൽപ്പും ചെയ്തു തരാമെന്ന് പറഞ്ഞാണ് കേട്ടോ ബലരാമൻ പോകുന്നത്. പിന്നീട് ബലരാമനെ കുറിച്ചും എന്തൊക്കെയോ പറയുന്നതിനിടയ്ക്ക് ശ്രീനിയുടെയും കൺമണിയുടെയും അടുത്ത് വന്ന് ആ ബലരാമൻ ഉശിരുള്ളവനാണെന്നും ആ കൃഷ്ണനെ പോലെ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് ധനലക്ഷ്മി. പിന്നീട് ധനലക്ഷ്മി എന്തോ ഒരു കുത്തിത്തിരിപ്പ് കൺമണിയോട് പറയുമ്പോൾ കൺമണി ദേഷ്യത്തോടെ ഒന്നും മിണ്ടാകാതെ അവിടെ നിന്നും പോവാണ്. ഇത് കണ്ടു നിന്ന് ധനലക്ഷ്മിയുടെ അമ്മ കൊച്ചിനോട് അങ്ങനെയൊന്നും പറയില്ലേ എന്ന് പറയുകയാണ്. അതിനുശേഷം വീട്ടിലെത്തുന്നുണ്ട് ബലരാമൻ. ഇവിടെ താമസിച്ചുകൂടി നിൽക്കുന്ന സാഗറും സുജാതയും പറയുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ടെന്ന് പറയുകയാണ് കേട്ടോ ബലരാമൻ ചെയ്യുന്നത്.